നമസ്കാരം. UDFനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിയ മനോരമയും മാതൃഭൂമിയും അതുപോലെ തന്നെ വലത്തുപക്ഷ മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ UDFനെ, അതായത് VD സതീശനെയും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും ഒക്കെ കണ്ടമൊഴി ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിയ പ്രവർത്തകർ പോലും നാണക്കേട് എന്നാണ് VDയെയും KCയെയും RCയും ഒക്കെ വിളിക്കുന്നത്. ഒപ്പം പരസ്യ പ്രതികരണങ്ങൾ പല മാധ്യമ പ്രവർത്തകർ നടത്തുന്നു. ഇന്നിപ്പോ ഞാൻ രാവിലെ ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, എന്നെക്കാളും നല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം നിരന്തരം UDFന് വേണ്ടി വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണെന്ന്. അതായത് ഇപ്പോൾ റിസൾട്ട് വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു സർക്കാർ രൂപീകരിക്കാൻ UDFന് കഴിയാതെ പോകുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതൊരു ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങളെ മടിപ്പിച്ചിരിക്കുന്ന ഒരാഴ്ച കൊണ്ട് UDF എന്ന് അദ്ദേഹം പറയുകയാണ്. UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മലമറിക്കും എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഇന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഞെട്ടൽ തോന്നി. എന്തായാലും പല മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ ഇപ്പോൾ ഇവരെയൊക്കെ കോമാളികളായി ചിത്രീകരിക്കുകയാണ്. മനോരമയിൽ വന്ന ഒരു വാർത്ത, ആ വാർത്തയിൽ അവർ കൊടുത്ത ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. VD സതീശനും KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും നിൽക്കുന്ന ചിത്രമാണ്. തിരുവായ് എന്ന് പറയുന്ന പരിപാടിയുടേതായി പുറത്തു വന്ന ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിൽ മനോരമ അവരെ കോമാളികളാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. അതെ, ഇവർ സത്യത്തിൽ ഒരു കോമാളികളായി മാറുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. അത് മനോരമയും എന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നു. മനോരമയും അത് എന്തായാലും വാർത്തയായി തന്നെ കൊടുക്കാൻ അവരും ശ്രമിച്ചു എന്നുള്ളതൊരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒന്നാലോചിച്ച് നോക്കണം, മനോരമയെ പോലും മടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു UDF എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം LDF സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ LDF സർക്കാരിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ആ സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ ഇകഴ്ത്തി കാണിച്ച് ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പണിയെടുത്തതിൽ ഒന്നാമത് മനോരമയായിരുന്നു. അതായത് ആ സർക്കാർ, LDF സർക്കാർ ചെയ്ത എന്ത് നല്ലതിനെയും ഒക്കെ അങ്ങ് മോശമാക്കി ജനങ്ങൾക്കിടയിൽ ഒരു ഇടത് വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മനോരമ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിഷം വാരി വിതറാൻ മനോരമയ്ക്ക് കഴിഞ്ഞു. അതേ മനോരമ ഇപ്പോൾ UDFനെ വിമർശിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മാതൃഭൂമിയുടെ ഒരു കാർട്ടൂൺ കൂടി കാണാം. KC, RC, VD എന്നൊക്കെ പറഞ്ഞ ഈ കാർട്ടൂൺ, ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമിയാണ്. എന്റെ ഐഡിയ ആയിപ്പോയി അല്ലെങ്കിൽ എന്നാണ് ആ കാർട്ടൂണിൽ കാണാൻ സാധിക്കുന്നത്. മാതൃഭൂമിയും അങ്ങനെ കൈവിടുന്നു. മനോരമയും മാതൃഭൂമിയുമാണല്ലോ UDFനെ വലിയ രീതിയിൽ തന്നെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമം നടത്തിയത്. മാത്രമല്ല സ്മൃതി പരുത്തിക്കാട്, എല്ലാവർക്കും അറിയാം, റിപ്പോർട്ടർ ചാനലിലെ UDFന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, UDF എന്ന എന്തിനേയും ഒക്കെ ഏത് രീതിയിലുള്ള അവർ പ്രവർത്തനങ്ങൾ, അവമതിപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കാണിച്ചാൽ ന്യായീകരിച്ച് ക്യാപ്സ്യൂളുകൾ ഇറക്കി UDFനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് സ്മൃതി പരുത്തിക്കാട്. സ്മൃതി തന്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് സ്മൃതി പറയുന്നത്. UDFന് 100 കടന്ന ജനവിധി കേരള ജനത സമ്മാനിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഒരുമിച്ച് ജനവിധി എഴുതിയ സംസ്ഥാനങ്ങളെല്ലാം സർക്കാർ ഉണ്ടാക്കി. എന്നാൽ ഇവിടെ ഇപ്പോഴും MLA-മാരുടെ തലയെണ്ണുന്ന തിരക്കിലാണ്. മുഖ്യമന്ത്രി കസേര കണ്ണിട്ട 3 പേരെയും വിളിച്ചിരുത്തി ഡൽഹിയിൽ മണിക്കൂറോളം സംസാരിച്ചു. ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന രീതിയിലായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ. എന്നാൽ വെള്ളപ്പുക കാണാൻ ഇനിയും കാത്തിരിക്കണമെന്ന് മാത്രം AICC സെക്രട്ടറി പറഞ്ഞു വെച്ചു. പരിധി വിട്ട് തെരുവിലിറങ്ങിയ അണികളെ ശാന്തരാക്കിയിട്ടും മതി പ്രഖ്യാപനമെന്ന് രാഹുൽ ഗാന്ധി കട്ടിപ്പിച്ചു അത്രേ. നല്ല കാര്യം. പക്ഷേ ഇനി മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ച് വീണ്ടും അണികൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരുമോ? ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇനിയും തെരുവിൽ പരീക്ഷിക്കപ്പെടുന്നത് വിജയത്തിളക്കത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് അത്ര നല്ലതായിരിക്കില്ല. സ്വപ്നതുല്യ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന നടപടിയെന്ന് പല നേതാക്കൾക്കും പറയേണ്ടി വന്നു. ഇനിയും കാത്തിരിക്കേണ്ടി വന്നാൽ രാമന്തിയോളം പണിയെടുത്ത ഘടകകക്ഷികളും നോക്കിയിരിക്കാൻ ഇടയില്ല. ഇനിയും എന്താണ് തടസ്സം? ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്നത് എന്താണ്? പൊതുവികാരമോ അതോ MLA-മാരുടെ വികാരമോ? പ്രഖ്യാപിക്കാൻ മുഹൂർത്തമായില്ലേ എന്നാണ് സ്മൃതി പരുത്തിക്കാട് തന്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചത്. സ്മൃതി പരുത്തിക്കാടൊക്കെ നമുക്കറിയാം, UDF അധികാരത്തിൽ വന്നപ്പോൾ തുള്ളി ആർമാദിച്ച് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്. സ്മൃതി പോലും ഇപ്പോൾ മൂക്കിൽ വിരൽ വെച്ച് ചോദിക്കുന്നു, അതായത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ചോദിക്കുകയാണ്. അറിയാമല്ലോ, റിപ്പോർട്ടർ ചാനലിലെ ഒരു പ്രതിനിധിയോട് G സുധാകരൻ കഴിഞ്ഞ ദിവസം മുമ്പാണ് നിങ്ങൾ ചെയ്യുന്ന തേർഡ് റേറ്റ് പണിയാണെന്ന് പറഞ്ഞത്. അന്നും സ്മൃതി പരുത്തിക്കാട് എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. UDFന്റെ ഭരണകാലത്ത് മാധ്യമങ്ങളോട് ഏത് രീതിയിലാണ് നേതാക്കൾ പെരുമാറുന്നതെന്ന് നമ്മൾ കാണുകയാണ്. മാത്രവുമല്ല, വിനു ബിജോൺ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്
ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് ഒരു സങ്കടം പറഞ്ഞത്. മാത്യു കുഴൽനാടൻ പലപ്പോഴും പല ഘട്ടങ്ങളിലുമൊക്കെ പല LDF-നെതിരെയുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടി തങ്ങൾ വിളിച്ചിരുന്നു. എത്ര വേഗമാണ് നേതാക്കൾ മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ബിനു ബി ജോണും പറയുന്ന കാഴ്ച കണ്ടിരുന്നു. എന്തായാലും എല്ലാവർക്കും ഒരാഴ്ച കൊണ്ട് തന്നെ UDF-നെ മടുക്കുന്ന കാഴ്ച. ഞാനിന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത കണ്ടു. UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ വേതന വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആശാ സമര നേതാവ് എസ് മിനിയുടെ ഒരു പ്രതികരണമാണ്. മിനി പോലും പ്രതീക്ഷ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഉറപ്പ് എന്നല്ല പറയുന്നത്, പ്രതീക്ഷ എന്നാണ് പറയുന്നത്. അവർക്ക് ഉറപ്പില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ്? UDF പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നവരല്ല എന്ന് മിനിക്കറിയാം. അധികാരത്തിൽ വന്നപ്പോൾ 2016 മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പറഞ്ഞ വാക്കുകളെല്ലാം പൊള്ളയായിരുന്നുവെന്ന് UDF-നെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ SUCI മിനിയൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. ആശയ്ക്ക് വേണ്ടിയാണ്, ആശമാർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു വലിയ പന്തലൊക്കെ കെട്ടി ഏത് രീതിയിലുള്ള നാടകമാണ് ആശമാർക്ക് വേണ്ടി എന്ന രീതിയിൽ മിനിയൊക്കെ നടത്തിയത്. സത്യത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട അവർ ഇൻസെന്റീവ് കൊടുക്കാതിരിക്കുകയും ഓണറേറിയം സർക്കാർ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു കേരള സർക്കാരിനെതിരെ LDF സർക്കാരിനെതിരെ മിനിയുടെയൊക്കെ പോരാട്ടം എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കൗതുകരമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതും മുടങ്ങാതെ ആശമാർക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആശമാർക്ക് വേതനം നൽകുന്നില്ല, ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തു. ഇൻസെന്റീവാണ് വർദ്ധിപ്പിക്കേണ്ടത്, അതുകൊണ്ട് ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടതെന്ന് നിരന്തരം പല ആശമാരും പറഞ്ഞിട്ടും അതൊന്നും മാധ്യമങ്ങൾ കൊടുത്തില്ല. ഇല്ല, ഇവരാണ് ആശമാർ, ഇവർ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മിനിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ രീതിയിലുള്ള സമരം നടന്നു. ആ സമരം വലിയ രീതിയിൽ തന്നെ UDF-ന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി UDF-ന് അനുകൂലമായ തരംഗമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള ഗിമ്മിക്ക് ക്യാപ്സൂളുകളാക്കി അതിനെ മാറ്റുകയും ചെയ്തു. അതിനിടയിൽ നിരവധി ആളുകൾ വന്നു. VD സതീശൻ അടക്കമുള്ള ആളുകൾ വരികയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ 21,000 രൂപയാക്കും ആശമാരുടെ മിനിമം വേതനം, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും, ആ ഫയലിൽ ഒപ്പിടും എന്ന് ഇവർക്ക് ഒരു വാഗ്ദാനം നൽകുകയും ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപ്രകാരം ഇപ്പോൾ മിനിയൊക്കെ ഇപ്പൊ ശരിയാകുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നു ഉടനെ ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അത് അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി UDF പറഞ്ഞിട്ട് പെരുന്നുണയായിരുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ മിനിക്ക് പോലും ആശങ്ക, പ്രതീക്ഷ എന്നായിട്ടുണ്ട്. ഉറപ്പ് എന്നത് മാറി പ്രതീക്ഷ. ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കില്ലായിരിക്കും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അന്ന് ഈ സമരം നടത്തിയപ്പോൾ തന്നെ യഥാർത്ഥ ആശമാരുമായി നമ്മൾ സംബന്ധിച്ചപ്പോൾ ആശമാർ നമ്മളോട് പറഞ്ഞത് അവിടെ സമരം ചെയ്യുന്നവർ ആശമാരല്ല, അവർ രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് സമരം ചെയ്യുന്നവരാണെന്നാണ്. INTUC പോലും ഇവരുടെ ആ ഒരു സമരത്തെ പിന്തുണച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് VD സതീശനും സംഘവും ഒക്കെ ആ സമരത്തെ പിന്തുണച്ചപ്പോൾ ഒരിക്കൽ പോലും INTUC പിന്തുണച്ചിരുന്നില്ല. ആ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ആണെന്നും ഒക്കെ പറഞ്ഞവരാണ് INTUC എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും മിനിയും സംഘവും ഇവരൊക്കെ പണിയെടുത്തതിന്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കിയത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരില്ല, UDF സർക്കാരാണ്. പറഞ്ഞ കാര്യങ്ങൾ കൊടുത്ത ഉറപ്പുകളെല്ലാം UDF സർക്കാർ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നിവിടെ ഒരു സർക്കാരുണ്ടോ? സർക്കാരെ കാണാനില്ല. എല്ലാവരും ഡൽഹിയിലാണ്. ഓരോ നേതാക്കളും ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിലേക്ക് പോയ നേതാക്കളെ ആരെയും തിരിച്ചു കാണുന്നില്ല. ഇങ്ങനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ ഓരോ ദിവസം ഓരോ നേതാക്കളെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി കേരളത്തിൽ UDF-ന്റെ നേതാക്കളിൽ ആരോട് ചോദിക്കും, ആരോട് പറയും എന്ന ഒരവസ്ഥയിലാണ് മിനിയും സംഘവും ഒക്കെ ഉള്ളത്. എന്തായാലും മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ പണിയെടുത്തതിന്റെ ഫലമാണല്ലോ UDF അധികാരത്തിൽ വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് പറയും എന്ന ഒരവസ്ഥയിൽ തന്നെയാണ് വലതുപക്ഷ മാധ്യമങ്ങളുള്ളത്. എന്തായാലും ഈ അറിയാമല്ലോ, അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എന്താകും അവസ്ഥ എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.